തിരുവനന്തപുരം കോർപ്പറേഷൻ ആസ്ഥാനത്ത് സിപിഐഎം ബിജെപി കൗൺസിലർമാർ തമ്മിൽ നേർക്കുനേർ ഏറ്റുമുട്ടി. കാപ്പ കേസ് പ്രതിയായ ബിജെപി കൗൺസിലർ ആർ സുഗതന്റെ രാജി ആവശ്യപ്പെട്ട് സിപിഐഎം കൗൺസിലർമാർ സംഘടിപ്പിച്ച പ്രതിഷേധമാണ് കടുത്ത സംഘർഷത്തിൽ കലാശിച്ചത്. 6 സിപിഐഎം കൗൺസിലർമാർക്ക് സംഘർഷത്തിൽ പരിക്കേറ്റു. സിപിഐഎമ്മിന്റെ സിന്ധു ശശിയുടെ തലയ്ക്ക് 4 സ്റ്റിച്ചിടേണ്ട മുറിവേറ്റു. മേയർ വി രാജേഷിന് കാലിൽ പരിക്കുണ്ട്. മേയറും ഡെപ്യൂട്ടി മേയറും അടക്കം 16 ബിജെപി കൗൺസിലർമാർ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സ തേടി. സത്യവാചകം ചട്ടവിരുദ്ധമെന്ന് കഴിഞ്ഞ ദിവസം ഹൈക്കോടതി കണ്ടെത്തി വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്യണമെന്ന് നിർദ്ദേശിച്ച ബിജെപി കൗൺസിലർമാരുടെ പട്ടികയിൽ വാഴോട്ടുകോണത്തെ ബിജെപി കൗൺസിലർ ആർ സുഗതനുമുണ്ടായിരുന്നു. എന്നാൽ സ്ഥിരം ക്രിമിനൽ പട്ടികയിലുള്ള സുഗതൻ കാപ്പ കേസിൽ അകത്തായതുകൊണ്ട് സത്യപ്രതിജ്ഞ ചെയ്യാനായിട്ടില്ല. ഈ സാഹചര്യത്തിലാണ് സുഗതന്റെ രാജി ആവശ്യപ്പെട്ട് സിപിഐഎം കൗൺസിലർമാർ പ്രതിഷേധം ശക്തമാക്കിയത്. പ്രതിഷേധത്തിനിടെ മേയർ വി രാജേഷ് ബിജെപി പ്രവർത്തകർക്കൊപ്പം ഓഫീസിലേക്ക് കടക്കാൻ ശ്രമിച്ചതോടെ കയ്യാങ്കളിയായി. ഇടത് കൗൺസിലർമാർ മേയറെയും ഒപ്പമെത്തിയ ബിജെപി കൗൺസിലർമാരെയും തടയാൻ നോക്കി. കൂട്ടപ്പൊരിച്ചിലും ഏറ്റുമുട്ടലും. സംഘർഷത്തിൽ കാട്ടായിക്കോണം കൗൺസിലർ സിപിഐഎമ്മിന്റെ സിന്ധു ശശിയുടെ തലയ്ക്ക് ഗുരുതര പരിക്കേറ്റു. മുറിവിൽ 4 സ്റ്റിച്ചിടേണ്ടി വന്നു. ബിജെപിയുടെ പേരൂർക്കട കൗൺസിലർ ദീപയ്ക്കും അടിപിടിയിൽ പരിക്കേറ്റു. നിരവധി കൗൺസിലർമാർ സംഘർഷത്തിനിടെ നിലത്തു വീണു. പോലീസ് ഇടപെടാൻ ശ്രമിച്ചെങ്കിലും ഇരുകൂട്ടരും പിന്മാറിയില്ല. യഥാർത്ഥത്തിൽ ഇതിന് ഇത്തരത്തിൽ ഇങ്ങനെ വന്ന് ഇടിച്ചു നിരത്തുന്നത് മേയറാണ് ആദ്യത്തെ ഇടിയിടിക്കുന്നത്. എന്റെ പുറത്താണ് മേയർ ആദ്യത്തെ ഇടിയിടിക്കുന്നത്. നിങ്ങൾ ഈ പറയുന്ന മുഴുവൻ ദൃശ്യമാധ്യമങ്ങൾ നിൽക്കുമ്പോഴാണ് ഇടിച്ചു കയറിക്കൊണ്ട് പോകുന്നതും മറ്റുള്ളവരെ അക്രമ പ്രവർത്തനത്തിന് പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നതാണ് നമ്മൾ കണ്ടത്. ആകെ 6 സിപിഐഎം കൗൺസിലർമാർക്ക് പരിക്കേറ്റു. കാലിന് പരിക്കേറ്റ മേയർ വി രാജേഷും മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സ തേടി. ഒപ്പം ഡെപ്യൂട്ടി മേയർ GS ആശാനാഥ് അടക്കം 16 ബിജെപി കൗൺസിലർമാർ തുടർന്ന് ആശുപത്രിയിലെത്തി ചികിത്സ തേടി. മേയർ സിപിഎമ്മിന്റെ അഴിമതിയെ കുറിച്ച് എല്ലാം പുറത്ത് പറയുമ്പോഴും വിടുമ്പോഴും സിപിഎം ഒരു നാടകം നടത്തും, ഒരു പ്രതിഷേധ നാടകം നടത്തും എന്ന് ഞങ്ങൾക്കൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. അത് ഇങ്ങനത്തെ ഒരു ആവും എന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. ഒരു ഫാർസായിരുന്നു ഇന്ന് അവർ ചെയ്തത്. ഇത് സിപിഎമ്മിൻ്റെ ഭാവിയെക്കുറിച്ച് സിപിഎമ്മിന് ഒരു മെസ്സേജ് ജനങ്ങൾക്ക് കൊടുക്കുന്നത് ആയിട്ടാണ് ഞാൻ കാണുന്നത്. മേയർക്കൊപ്പം പുറത്തുനിന്നെത്തിയ ബിജെപി പ്രവർത്തകരാണ് സംഘർഷം തുടങ്ങിയതെന്നാണ് സിപിഐഎം ആരോപണം. ഇതിനെതിരെ പോലീസിൽ പരാതി നൽകുമെന്നും നേതൃത്വം അറിയിച്ചു. കൗൺസിലർമാരെ സിപിഐഎം പ്രവർത്തകരാണ് മർദ്ദിച്ചതെന്ന് ആരോപിച്ച തിരുവനന്തപുരം ജില്ലയിലെ 8 മണ്ഡലം കേന്ദ്രങ്ങളിൽ ബിജെപി പ്രതിഷേധത്തിന് ആഹ്വാനം ചെയ്തു. അതിനിടെ ആർ സുഗതനെതിരെ കാപ്പ ചുമത്തിയതിന് ആഭ്യന്തര വകുപ്പ് അംഗീകാരം നൽകി. നടപടി ലഘൂകരിക്കാൻ കാപ്പ ഉപദേശക സമിതിയെ സമീപിക്കാൻ കോർപ്പറേഷൻ തീരുമാനിച്ചു. വധശ്രമ കേസിൽ ആർ സുഗതനെ കസ്റ്റഡിയിൽ വാങ്ങാനാണ് പോലീസ് നീക്കം. ആർ സുഗതന്റെ രാജി ഉണ്ടാകും വരെ പ്രതിഷേധം തുടരാനാണ് സിപിഐഎം തീരുമാനം. കോർപ്പറേഷൻ ആസ്ഥാനത്തുണ്ടായ സംഘർഷത്തിൽ കേസെടുക്കുമെന്ന് പോലീസ് അറിയിച്ചു. ന്യൂസ് മലയാളം, തിരുവനന്തപുരം.